ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ. അതിലെ 8th ചാപ്റ്ററായ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ വണ്ടേഴ്സ് ഓഫ് സ്കൈ, സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം അല്ലെ. വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തിലുള്ള വിസ്മയങ്ങൾ അല്ലെ. ദെൻ അപ്പൊ എന്താണ് ഇവിടെ നോക്കുന്നത്? കേരള സെലിബ്രേറ്റ് സോളാർ എക്ലിപ്സ്. ഇതൊക്കെ നമ്മൾ എന്താണ്? സോളാർ എക്ലിപ്സ് എന്താണ്? സൂര്യഗ്രഹണം അല്ലെ. അപ്പൊ കേരള എന്താണ്? അത് കേരള ജനത ആഘോഷമാക്കി എന്നാണ് പറയുന്നത് അല്ലെ. തിരുവനന്തപുരം, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഫ്ലിക്ക്ഡ് ടു Kanagakunnu Palace to observe the solar eclipse. Arrangements had been made at schools in different parts of the state to witness the solar eclipse. എന്താണ്? തിരുവനന്തപുരം അല്ലെ. ഈ സോളാർ എക്ലിപ്സ് കാഴ്ച കാണാന് 100 കണക്കിന് ആളുകൾ എന്താണ് കനകക്കുന്ന് കൊട്ടാരത്തിലെത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സോളാർ എക്ലിപ്സ് കാണാൻ എന്താണ് സംവിധാനം ഒരുക്കിയിരുന്നു. Haven't you read about the solar eclipse? എ സെലഷ്യൽ വണ്ടർ. എന്താണ് ഈ സോളാർ എക്ലിപ്സ് എന്ന ആകാശ വിസ്മയത്തെ കുറിച്ചുള്ള വാർത്ത വായിച്ചില്ലേ? എന്താണ്? ഹാവ് യു എവർ സീൻ എ സോളാർ ഓർ ലൂണാർ എക്ലിപ്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സോളാർ എക്ലിപ്സോ അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സോ കണ്ടിട്ടുണ്ടോ? എന്താണ് സോളാർ എക്ലിപ്സ് പറഞ്ഞാൽ സൂര്യഗ്രഹണം അല്ലെ. ലൂണാർ എക്ലിപ്സ് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രഗ്രഹണം. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹൗ ഡസ് ആൻ എക്ലിപ്സ് occur? എങ്ങനെയാണ് ഗ്രഹണം സംഭവിക്കുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് such celestial wonders we should have an idea about shadows. അപ്പോൾ ഇത്തരം ആകാശ കാഴ്ചകളെ കുറിച്ച് അറിയാൻ എന്താണ് ആദ്യം നമുക്ക് എന്താ ഷാഡോസിനെ കുറിച്ച്, അതായത് നിഴലുകൾ അല്ലെ. നിഴലിനെ കുറിച്ച് എന്താണ് ചില വസ്തുക്കൾ മനസ്സിലാക്കാം. നോക്കൂ, ഷാഡോ എന്താണ്? ഷാഡോ നിഴലാണ് അല്ലെ. യു മൈറ്റ് ഹാവ് സീൻ യുവർ ഓൺ ഷാഡോ. ഹൗ ഈസ് ഇറ്റ് ഫോംഡ്? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ സ്വന്തം നിഴൽ കണ്ടിട്ടുണ്ടോ? നിഴൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? Observe the picture. ചിത്രം നോക്കൂ. In which direction will the shadow of the tree be seen in the morning? മരത്തിന്റെ ഷാഡോ രാവിലെ ഏത് ഡയറക്ഷനിലായിരിക്കും കാണുന്നത്? In which direction will the shadow of this tree be in the evening? മരത്തിന്റെ നിഴൽ വൈകുന്നേരം ഏത് ഡയറക്ഷനിലാണ് കാണുക? What change can you see it in at noon? അപ്പൊ നിഴലിന് ഉച്ചക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അപ്പൊ എന്താണ്? മോർണിംഗിലാണ് ഈ ഭാഗത്താണെങ്കിൽ, ഈവനിങ്ങിലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെ. നമ്മളെ സൂര്യനെ വെച്ചിട്ടാണ് എന്ത് ഷാഡോ വരുന്നത് അല്ലെ. വെളിച്ചം എവിടെയാണോ അവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ഷാഡോ വരിക അല്ലെ. ഇനി എന്താ ന്യൂണിൽ ഉച്ചക്ക് എന്താണ് സണ്ണ് ഇതിന്റെ നേരെ ആയിരിക്കും വരിക. അപ്പൊ ഇതിന്റെ ഷോർട്ടിലായിട്ടായിരിക്കും എന്താവുക? ഇതിന്റെ ഷാഡോ ഉണ്ടാവുക അല്ലെ. Observe the changes in the size and the direction of the shadow of the tree in the above situations. Record it in your science diary. എന്താണ്? ഓരോ സമയത്തും മരത്തിന് ഈ ഷാഡോന്റെ വലുപ്പത്തിനും ഡയറക്ഷനും ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ദ പൊസിഷൻ ഓഫ് ദ സൺ ബൈ ലുക്കിംഗ് അറ്റ് ദ ഷാഡോ ഷോൺ ഇൻ ദ പിക്ചർ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിഴൽ നോക്കി ചിത്രത്തിൽ ഈ സണ്ണിന്റെ സ്ഥാനം എവിടെയാണെന്ന് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. Will the shape of the shadow be the same at all times? Let us do a simple experiment. ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലാണ് ഉണ്ടാകുന്നത്. ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം. ദെൻ നോക്കൂ, ഫിഗർ 1 അതാണ് ഫിഗർ 2, ഫിഗർ 3 അല്ലെ. ദെൻ ഹോൾഡ് എ ബാങ്കിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 1. ആദ്യം എന്താക്കുക? നിങ്ങൾ ഒരു ബാങ്കിൾ, ഒരു വള എന്താക്കുക? ചിത്രം 1 കാണുന്ന രീതിയിൽ പിടിച്ച് അതിൽ ലൈറ്റ് എ ടോർച്ച് അഗെയിൻസ്റ്റ് ഇറ്റ്. അതിന് നേരെ എന്താണ്? ടോർച്ച് പ്രകാശിപ്പിക്കുക. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ ഷാഡോ ഫോംഡ് ഓൺ ദ വാൾ. ഇനി എന്താണ്? ഭിത്തിയിൽ വാളിൽ പതിക്കുന്ന ഷാഡോന്റെ ആകൃതി നിരീക്ഷിക്കുക. ഹോൾഡ് എ ബാങ്കിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 2 and 3. പിന്നെന്താണ്? ചിത്രം 2ലും 3ലും കാണുന്ന രീതിയിൽ എന്താക്കുക? ഒരു വള പിടിച്ചിട്ട് എന്താക്കുക? ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കൂ. ആർ ദ ഷേപ്സ് ഓഫ് ഓൾ ദ 3 ഷാഡോസ് ദ സെയിം? അപ്പൊ 3 സന്ദർഭങ്ങളിലും ഭിത്തിയിൽ പതിയുന്ന നിഴലുകളുടെ ആകൃതി ഒരുപോലെയാണോ? ഷാഡോന്റെ ആകൃതി ഒരുപോലെയാണോ? അല്ലല്ലേ, വ്യത്യാസമുണ്ട് അല്ലെ. Then repeat the experiment using the following object given in the science kit. ഇനി നിങ്ങൾ എന്താണ്? നിങ്ങൾ സയൻസ് കിറ്റിൽ നിന്ന് താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് എന്താണ് ഒരു പരീക്ഷണം ആവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽസ് ആവശ്യമുള്ള ഏതൊക്കെയാണ്? ഒരു പെൻ, ക്രിക്കറ്റ് ബോൾ, പീസ് ഓഫ് ഗ്ലാസ്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, ഫുട്ബോൾ അല്ലെ. എന്താണ്? പേന വേണം, ക്രിക്കറ്റ് ബോൾ വേണം, പിന്നെ ഒരു ഗ്ലാസ് വേണം, ചില്ല് വേണം, പിന്നെ എന്താണ്? ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം, പ്ലേറ്റ് വേണം, ഒരു സ്റ്റീൽ ഗ്ലാസും ഒരു ഫുട്ബോളും വേണം. Hold each object against the wall in different ways and light the torch on to them.
ടാബ്ലേറ്റ് യുവർ ഒബ്സർവേഷൻസ്. ഓരോ വസ്തു എന്താണ് ചുമരിന് നേരെ പല രീതിയിൽ പിടിച്ച് അവയിലേക്ക് ടോർച്ച് പ്രകാശിപ്പിക്കൂ. നിരീക്ഷണം നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ബുക്കിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ടാബ്ലേറ്റ് ചെയ്യുക അല്ലെ. ഒബ്ജക്റ്റ് പെൻ, ഷേപ്പ് ചേഞ്ചസ്, ഷേപ്പ് ഓഫ് ദ ഷാഡോ എന്താണ്, പെന്നിൽ നമ്മൾ ടോർച്ച് അടിച്ചാൽ എന്താണ് ഷേപ്പ് ഓഫ് ദ ഷേപ്പ് ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. ഫുട്ബോളിന്റെ ആണെങ്കിൽ എന്താ വരിക എന്നൊക്കെ എഴുതുക. അനലൈസ് ദ ടേബിൾ, ഡു ഓൾ ദ ഒബ്ജക്റ്റ് കാസ്റ്റ് ഷാഡോസ്. എന്താണ് ഈ ടേബിള്, ഈ പെന്നാണ് പിടിക്കുന്നത്. പെന്ന് പല ആകൃതിയിൽ പിടിച്ചു നോക്കുക. ഒന്ന് ഇങ്ങനെ പിടിക്കുക, ഒന്ന് കുത്തനെ പിടിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് രൂപം മാറുന്നുണ്ട് അല്ലെ. ഫുട്ബോൾ ആണെങ്കിലോ, ഫുട്ബോൾ ആവുമ്പോൾ നമ്മൾ എങ്ങനെ പിടിച്ചാലും എന്താണ് രൂപം മാറുന്നുണ്ടോ? ഇല്ല അല്ലെ, രൂപം മാറുന്നില്ല ഫുട്ബോൾ അല്ലെ. പല വസ്തുക്കൾ എന്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചാൽ എന്താണ് രൂപം മാറും. ചിലത് എന്താണ് രൂപം മാറൂല. നിഴലിന്റെ എന്താണ് ഷാഡോന്റെ ആ ഷേപ്പ് എന്താകുന്നില്ല, മാറുന്നില്ല അല്ലെ. ചിലത് നമ്മൾ എങ്ങനെ പിടിച്ചാലും സെയിം ഷേപ്പ് ഓഫ് ദ ഷാഡോ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ എന്താണ് ഫുട്ബോളില് ഷേപ്പ് നോട്ട് ചേഞ്ചസ് ആണ് അല്ലെ. പിന്നെ ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. അനലൈസ് ദ ടേബിൾ, ഡു ഓൾ ദ ഒബ്ജക്റ്റ് കാസ്റ്റ് ഷാഡോസ്. അപ്പൊ ഈ ടേബിൾ വിശകലനം ചെയ്യുക. എല്ലാ വസ്തുക്കൾക്കും നിഴൽ ഉണ്ടാകുന്നുണ്ടോ? എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട് അല്ലെ. ഓൺ വിച്ച് സൈഡ് ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്സ് ഈസ് ദ ഷാഡോ ഫോംഡ്. അപ്പൊ ഈ ഷാഡോ രൂപപ്പെടുന്നത് ഈ ലൈറ്റിന്റെ ഏത് ഭാഗത്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെ. ഓൺ വിച്ച് സൈഡ് ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് which were the object that always formed a shadow of the same shape. എപ്പോഴും ഒരേ ആകൃതിയിൽ നിഴൽ രൂപപ്പെടുന്ന ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ്? എപ്പോഴും ഒരേ ആകൃതിയിൽ നിഴൽ രൂപപ്പെടുന്ന ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? ഫുട്ബോളിന് ഒരേ നിഴലാണ് അല്ലെ. പിന്നെ ഏതാണ്? പിന്നെ എല്ലാത്തിനും സെയിം ആണോ? ഷാഡോ ആൻഡ് ലൈറ്റ്. എന്താണ് ഷാഡോ? നിഴലും പ്രകാശവും. നമുക്ക് നോക്കാം. ഓൾ ഒപ്പാക് ഒബ്ജക്ട് ഫോം ഷാഡോ. എന്താണ്? എല്ലാ ഒപ്പാക് ഒബ്ജക്റ്റിന് എന്താണ് നിഴലുണ്ട് അല്ലെ. ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. എന്താണ്? ഈ സോഴ്സ് ഓഫ് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്താണ് ഈ ഷാഡോ രൂപപ്പെടുന്നത്. ഓൺലി സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ഓൾവേസ് ഫോം സർക്കുലർ ഷാഡോ. അപ്പം ഈ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും എന്താണ് ഈ സർക്കുലർ ഷാഡോ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഓൾ ഒബ്ജക്റ്റ് ഫോം ഷാഡോസ്. ഓൾ ഒപ്പാക് ഒബ്ജക്റ്റ് ഫോം ഷാഡോ. എല്ലാ ഒപ്പാക് ഒബ്ജക്റ്റിനും എന്താണ് ഷാഡോസ് ഉണ്ട്. സോഴ്സ് ഓഫ് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്താണ് ഷാഡോ രൂപപ്പെടുന്നത്. പിന്നെ സ്ഫെറിക്കൽ ഷേപ്പുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും എന്താണ് സർക്കുലർ ഷേപ്പുള്ള ഷാഡോ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ദെൻ ട്രൈ ടു ഗെറ്റ് ഡിഫറെന്റ് ഷേപ്സ് ഓഫ് യുവർ ഷാഡോ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഴലിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. കണ്ടോ, നിഴൽ വെച്ചിട്ട് നോക്കിയാൽ എന്താ ഇയാൾ ഉണ്ടാക്കിയത്? ഒരു ഫ്രോഗിന്റെ ഷേപ്പാണ് അല്ലെ. ഓക്കെ, ദെൻ ദ ഷാഡോ ഓഫ് ദ സെലഷ്യൽ സ്ഫിയർ. ഇനി നോക്കാം നമുക്ക്. ഇതുവരെ നമ്മളെ ഷാഡോസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പല ഒബ്ജക്റ്റിന്റെ ഷാഡോസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് സെലഷ്യൽ സ്ഫിയേഴ്സിന്റെ ഷാഡോനെ കുറിച്ച് പറയാം. അതിനും ഇല്ലേ എന്താണ് ഷാഡോ ഉണ്ട് അല്ലെ. ദെൻ ദ Earth, the moon and other celestial bodies are opaque objects. Do they form shadow? അപ്പോൾ ഭൂമിയും ചന്ദ്രനും മറ്റെല്ലാ ആകാശഗോളങ്ങളും മറ്റെല്ലാ സെലഷ്യൽ ബോഡീസും എന്താണ് ഈ ഒപ്പാക് ഒബ്ജക്റ്റുകളാണ് അല്ലെ. ഇവയ്ക്ക് ഷാഡോ ഉണ്ടോ? യെസ് അല്ലെ. വി ഹാവ് ലേൺ ദാറ്റ് ദ സൺ, എ സോഴ്സ് ഓഫ് ലൈറ്റ്, ഈസ് വെരി ലാർജ് and that the earth is relatively small in size അല്ലെ. അപ്പൊ എന്താണ് സോഴ്സ് ഓഫ് ലൈറ്റ് ആയ സൂര്യൻ വളരെ വലുതാണെന്നും ഭൂമി എർത്ത് സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. സൂര്യൻ വളരെ വലുതാണ്, ഭൂമി എന്താണ് സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നോക്കൂ, ഒബ്സർവ് ദ റേ ഡയഗ്രാം ഓഫ് ദ സൺലൈറ്റ് റീച്ചിങ് ദ എർത്ത്. അപ്പൊ നോക്കൂ, ഇവിടെ ഈ സൺലൈറ്റ് ഭൂമിയിൽ എത്തുന്നതിന്റെ ഒരു രേഖാചിത്രമാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. എർത്ത് ഡസ് നോട്ട് അലോ സൺലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. അപ്പൊ എന്താണ് ഈ ഭൂമി ഈ എർത്ത് സൺലൈറ്റിനെ കടത്തിവിടാത്തതിനാൽ എന്താണ് മറുഭാഗത്ത് നിഴൽ ഉണ്ടാകുമല്ലോ, ഉണ്ടാകും അല്ലെ. ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗം എന്താണ്? ചിത്രം എ. ഒബ്സർവ് ദ ഷെയ്ഡഡ് പാർട്ട് എ. കണ്ടോ എ in the figure in which the shadow of the earth is formed. അപ്പൊ എന്താണ് ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗം ചിത്രം എ എന്ന് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നിരീക്ഷിക്കൂ. നോക്കൂ, ഇവിടെ എന്താണ് സൺലൈറ്റ് അല്ലെ. ഇത് സൺലൈറ്റ് എന്താണ് ഈ എർത്തിനെ നമ്മൾ എർത്തിലേക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എർത്തിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും
അതിൽ ബ്ലാക്ക് കളർ ആയിരിക്കും അല്ലെ, കാരണം എന്താ അതിന്റെ ഷേഡോ ആണ് ഇവിടെ വരുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ടോർച്ച് അടിച്ചാൽ എന്താണ് ഒരു ഭാഗത്തേക്ക് മാത്രമല്ലേ ഈ ഒരു ബോളും ഒരു ടോർച്ചും ആണെങ്കിൽ എന്താണ് ആ ബോളിലേക്ക് ഈ ടോർച്ച് അടിക്കുമ്പോൾ എന്താണ് ഒരു ഭാഗം മാത്രമാണ് പ്രകാശം കാണിക്കുന്നത് അല്ലെ. അപ്പൊ മറുഭാഗത്ത് എന്തായിരിക്കും ഷേഡോ അല്ലെ, നിഴലായിട്ടല്ലേ വരുന്നത് ആണല്ലോ അല്ലെ. അപ്പൊ അതേപോലെ തന്നെ എന്താണ് ഈ എർത്തിലേക്ക് ഈ സൺലൈറ്റ് വരുമ്പോ എന്താണ് ഈ ഭാഗം എന്തായിരിക്കും ഷേഡോ ആയിരിക്കും അല്ലെ. ഈ എ കാണിച്ച പാർട്ട് എന്തായിരിക്കും ഷേഡോ ആയിരിക്കും. എന്താണ് ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗമാണിത് ഈ എ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെ, അത് ശ്രദ്ധിക്കുക. ദെൻ look at the shape of the earth shadow, doesn't it look like a cone ice cream cup? അപ്പൊ നോക്കിയേ ഇവിടെ ഭൂമിയുടെ നിഴലിന്റെ ആകൃതി നോക്കിയേ കോൺ ഐസ്ക്രീം കപ്പ് പോലെ തോന്നുന്നില്ലേ? ഉണ്ട് അല്ലെ. വാട്ട് ആർ ദ ഫാക്ട്സ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ എർത്ത് ഷാഡോ? അപ്പൊ ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുക്കൾ എന്തെല്ലാം ആക്കിയാണ്? അപ്പൊ ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുക്കൾ ഇപ്പൊ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ് ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുക്കൾ എന്തൊക്കെയാ? ബീങ് ആൻ ഒപ്പാക് ഒബ്ജക്ട് ദ എർത്ത് ഫോംസ് ഇറ്റ് ഷാഡോ. എന്താണ് ഭൂമി ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് ആയതിനാൽ എന്താണ് ഷാഡോ രൂപപ്പെടുന്നു. ദ ഷാഡോ ഓഫ് ദ എർത്ത് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. അപ്പൊ എന്താണ് സൂര്യന് സണ്ണിന് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും എപ്പോഴും എന്താണ് ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് അല്ലെ. ഭൂമിയുടെ ഷാഡോ രൂപപ്പെടുന്നത് എവിടെയാണ്? എന്താണ് സണ്ണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് രൂപപ്പെടുക അല്ലെ. ദ എർത്ത് ഷാഡോ ഗ്രാജുവലി ഡിമിനിഷസ് ആൻഡ് ഫൈനലി ഡിസപ്പിയേഴ്സ് ആസ് ഇറ്റ് മൂവ്സ് അവേ അല്ലെ. അപ്പൊ എന്താണ് അകലേക്ക് പോകുന്തോറും എന്താണ് ഭൂമിയുടെ നിഴൽ ചെറുതായി എന്താണ് ഇല്ലാതാകുന്നു അല്ലെ. അകലേക്ക് പോകുന്തോറും എന്താണ് ഈ ഭൂമിയുടെ നിഴൽ ഇല്ലാതായി വരൂല, കണ്ണങ്ങനെ കൂർത്ത് വരികയല്ലേ. അപ്പൊ ലാസ്റ്റ് അവിടെ എത്തുമ്പോ എന്താണ് നമ്മൾ കാണൂല അല്ലെ, നിഴൽ ഇല്ലാതായി വരികയാണ്. You have now understood the shape of the shadow of the earth. Guess whether it will be day or night where the earth shadow is formed. Write it down. അപ്പൊ നിങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഭൂമിയുടെ നിഴലിന്റെ ആകൃതി എങ്ങനെയാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ഭൂമിയുടെ ഈ ഷാഡോ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രി ആയിരിക്കുമോ? നിങ്ങളുടെ ഊഹ ചെയ്തു. അപ്പൊ ഭൂമിയുടെ ഷാഡോ വരുന്ന ഭാഗത്ത് രാത്രി ആയിരിക്കും അല്ലെ. ഈ സണ്ണിന്റെ വെളിച്ചം വരുന്ന അവിടെ എന്തായിരിക്കും? അവിടെ പകലും ആയിരിക്കും. ആ ഭൂമിയുടെ നിഴല് വരുന്ന ഭാഗത്ത് എന്തായിരിക്കും? രാത്രി ആയിരിക്കും അല്ലെ. ഓക്കെ, ഡിസ്കസ് വിത്ത് ദ ടീച്ചർ ആൻഡ് ചെക്ക് വെദർ യുവർ ഗസ് ഈസ് കറക്റ്റ്. ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് പറയാനാ, എന്താണ് ഊഹം ശരിയാണെന്ന് പരിശോധിക്കാം അല്ലെ. ഇനി ദെൻ ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം ശ്രദ്ധിക്കൂ. എന്താണ് ആർ ഓൾ സെലഷ്യൽ ബോഡീസ് ഓഫ് ദി സെയിം സൈസ്? എല്ലാ സെലഷ്യൽ ബോഡീസും എന്താണ് ഒരേപോലെയാണോ? ഒരേ വലുപ്പമാണോ? The size of the shadows varies with the changes in the size of the celestial bodies. എന്താണ് അപ്പം ഈ സെലഷ്യൽ ബോഡീസിന്റെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിന്റെ വലിപ്പത്തിന് എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അല്ലെ. വലിയൊരു മനുഷ്യരുടെ നിഴലും അതുമാതിരി ചെറിയൊരു മനുഷ്യരുടെ നിഴലും ഒരുപോലെയാണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് വലുപ്പത്തിനനുസരിച്ച് എന്താണ് വ്യത്യാസം ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് സെലഷ്യൽ ബോഡീസിന്റെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് എന്താണ് അവയുടെ നിഴലിന്റെ വലുപ്പത്തിന് എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നു. ഡോണ്ട് ദ മൂൺ ഓൾസോ കാസ്റ്റ് എ ഷാഡോ ലൈക്ക് ദിസ്? ചന്ദ്രന് ഇതുപോലെ നിഴൽ ഉണ്ടാവില്ലേ? അപ്പൊ ചന്ദ്രന് ഇതുപോലെ നിഴൽ ഉണ്ടാവും അല്ലെ. In a celestial sphere it is day where the light falls and night where the shadow is formed. അപ്പൊ എന്താണ് ഒരേ ആഘോഷഗോളത്തിൽ ഒരേ സെലഷ്യൽ ബോഡിയിൽ എന്താണ് ഒരു സെലഷ്യൽ ബോഡിയിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴൽ ഉണ്ടാകുന്ന ഭാഗത്ത് എന്താണ് രാത്രി അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പം പ്രകാശം ലൈറ്റ് ഫാൾ ചെയ്യുന്ന ഭാഗത്ത് എന്താണ് ഡേ ആയിരിക്കും, പകലായിരിക്കും. എന്താണ് ഷാഡോ ഫോം ചെയ്യുന്ന ഭാഗത്ത് എന്തായിരിക്കും? നൈറ്റും ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ സൺ അല്ലെ, മെർക്കുറി, പിന്നെ ഇവിടെ വരുന്നത് അല്ലെ മാർസിന്റെ അതിന്റെ ഷേഡോ ആണിത് അല്ലെ. മാർസിന്റെ ഷേഡോ അങ്ങോട്ട് അല്ലെ, മൂണ് സോറി എർത്തിന്റെ അല്ലെ. പിന്നെന്താണ് ജൂപ്പിറ്റർ, വീനസിന്റെ ഒക്കെ കണ്ടോ. ദെൻ അടുത്ത എന്താണ് മൂൺ ഇൻ എർത്ത് ഷാഡോ. എന്താണ് എർത്ത് ഷാഡോ അല്ലെ. എവിടെയുള്ള എർത്ത് ഷാഡോ ഇതിലുള്ള എന്താണ് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ അല്ലെ. ഭൂമിയുടെ നിഴലിൽ എന്താണ് മൂൺ അല്ലെ. വി നോ ദാറ്റ് ദ മൂൺ ഈസ് എ സ്ഫിയർ that revolves round the earth. Among the following, which is the probable position of the moon in the shadow of the earth? അപ്പോൾ മൂൺ ഭൂമിയെ എന്താണ് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. മൂണ്
ഭൂമിയെ റിവോൾവ് ചെയ്യുന്ന ഗോളമാണെന്ന് നമുക്കറിയാം അല്ലെ. ഭൂമിയെ ചുറ്റുന്നില്ലേ ഈ മൂണ്? യെസ് അല്ലെ. അപ്പം മൂൺ എർത്തിനെ റിവോൾവ് ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ മൂണ് വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? നോക്കൂ, ഏതാണ്? ഭൂമിയുടെ നിഴല് മൂണിൽ വരാനുള്ള സാധ്യത ഏതാണ്? സണ്ണിന്റെ ഇവിടെ അല്ലേ വരുന്നത്, സണ്ണ് ഇവിടെ അല്ലെ. അപ്പൊ ഇതിന്റെ ലൈറ്റ് എന്താണ് എർത്തിൽ തട്ടിയിട്ട് അതിന്റെ നിഴല് മൂണിലേക്ക് വരുന്നത് ഈ ഇതാണ് അല്ലെ. ഇത് വരുന്ന സിസ്റ്റം എന്താണ്? ഇത് മൂണിന്റെ നിഴലാണെന്ത് ഈ എർത്തിലേക്ക് വരിക അല്ലെ. അല്ലെ, ഇവിടെ നോക്കൂ, ഇത് സണ്ണാണ്. സണ്ണിന്റെ ലൈറ്റ് മൂണിൽ തട്ടിയ മൂണിന്റെ നിഴല് ഇതിലേക്ക് വരും, എർത്തിലേക്ക് വരും. അതുപോലെ എന്താണ് ഈ സണ്ണ് എർത്തിൽ തട്ടിയിട്ട് എർത്തിന്റെ ഷേഡോ എവിടെ വരുന്നുണ്ട്? മൂണിലേക്കും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ഇവർ ചോദിച്ചതിന് ആൻസർ അല്ലെ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള അല്ലെ. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ തന്നെ ഈ രണ്ടാമത്തെ ഫിഗർ ബി ആണ് അല്ലെ. ദെൻ ദ മൂൺ കംസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്, അങ്ങനെയും വരും അല്ലെ. എന്താണ് മൂൺ എന്താണെന്ത് ഈ സണ്ണിന്റെയും എർത്തിന്റെ ഇടയിൽ വരും റിവോൾവ് ചെയ്യുമ്പോൾ അല്ലെ. അതുപോലെ എന്താണ് എർത്തിന്റെയും എന്താണ് മൂണിന്റെയും സണ്ണിന്റെയും ഇടയിൽ എർത്തും വരും. അതാണ് ഈ ചിത്രത്തിലും കാണിക്കുന്നത് കേട്ടോ. ഭൂമിന്റെ നിഴല് വരുന്നത് ഈ ചിത്രമാണ്. ഓക്കെ, ദെൻ ഡിസ്കസ് ആൻഡ് റെക്കോർഡ് യുവർ ആൻസർ ഇൻ ദ സയൻസ് ഡയറി. നീ എന്താക്കുക, നിങ്ങളുടെ ഉത്തരം സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ടീച്ചറോടെ പറഞ്ഞത്. ഓക്കെ, ദ ഫിഗർ ബിലോ എന്തായിരുന്നത്? ഭൂമിന്റെ നിഴല് ഏത് ചിത്രത്തിലാണ് അല്ലെ. അപ്പൊ ഭൂമിയുടെ നിഴല് വരുന്നത് രണ്ടാം ഫിഗർ ബിയിലാണ് കേട്ടോ. ഓക്കെ, ദെൻ ദ ഫിഗർ ബിലോ ഷോസ് ദ സെലഷ്യൽ സ്ഫിയേഴ്സ്, ദ സൺ and the earth and the moon's orbit. B, C and D are the various positions in the path through which the moon revolves round the earth. എന്താ ഇവിടെ പറയുന്നത് മക്കളെ? നോക്കൂ, താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ എന്താണ്? എർത്ത്, സൺ ഉണ്ട് അല്ലെ, പിന്നെ എർത്ത് ഉണ്ട് എന്നീ ആകാശഗോളങ്ങളും അതുപോലെ മൂണിന്റെ റിവോൾവ് പാത എന്ന് പറയുമ്പോൾ എന്താണ്? ഓർബിറ്റ് അല്ലെ. ഓർബിറ്റ് എന്ന് പറയാം അല്ലെ. ഈ മൂണിന്റെ ഒരു ഈ എന്താണ് മൂണ് പോകുന്ന ഈ വഴിനെ ഓർബിറ്റ്. അതുപോലെ എന്താണ് എർത്തിനും ഒരു ഓർബിറ്റ് ഉണ്ട് അല്ലെ. ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള ഓർബിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ മൂണിന്റെ ഓർബിറ്റ് ആണുള്ളത് എവിടെ? സൂര്യൻ, ഭൂമി എന്നീ ആകാശഗോളങ്ങളും പിന്നെന്താണ് ചന്ദ്രന്റെ ഈ മൂണിന്റെ ഓർബിറ്റുമാണുള്ളത് എവിടെ? ഈ ചിത്രത്തില്. ദെൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും, ശ്രദ്ധിച്ചോ, മൂണ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണെന്ത്? ബി, സി, ഡി. കണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങള്? അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇതിങ്ങനെ മൂൺ എന്താണ് ഇങ്ങനെ റിവോൾവ് ചെയ്യാണ് അല്ലെ. മൂൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ കണ്ടോ മൂണ് ഇങ്ങനെ ചുറ്റും ഈ ഭൂമിനെ അല്ലെ. അപ്പൊ ഭൂമിനെ ഇങ്ങനെ ചുറ്റുമ്പോ എന്താണ് ഇവിടെ എത്തും മൂണ്, പിന്നെ ഇവിടെ എത്തും അല്ലെ. അങ്ങനെ ആകുമ്പോ എന്താ ഇവിടെ വരുന്നത് നോക്കിയാ? ഈ ബി, സി, ഡി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഈ പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ, അറ്റ് വിച്ച് ഓഫ് ദിസ് പൊസിഷൻ ഡസ് ദ മൂൺ എൻ്റർ ദ എർത്ത് ഷാഡോ? അപ്പൊ എർത്ത് ഷാഡോ ഇവയിൽ ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് മൂണ് എന്താണ് എർത്തിന്റെ നിഴലിൽ പ്രവേശിക്കുന്നത് എന്നാ? അപ്പൊ ബിയിലെത്തും അല്ലെ. ഇങ്ങനെയല്ല ചുറ്റുന്നത്, കണ്ട ആരോ മാർക്ക് കണ്ടില്ലേ? അപ്പം പ്രവേശിക്കുന്നത് ബിന്ന് ഇങ്ങോട്ട് ബിയിൽ എത്തുമ്പോഴാണ് ഇത് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത് അല്ലെ. ദെൻ അറ്റ് വിച്ച് പൊസിഷൻ ഡസ് ദ മൂൺ എൻ്റർ കംപ്ലീറ്റ്ലി ദ എർത്ത് ഷാഡോ? ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് മൂൺ പൂർണ്ണമായും ഭൂമിയുടെ ഈ എർത്തിന്റെ ഷാഡോയിൽ വരുന്നത്? സി അല്ലെ. അപ്പൊ ഇവിടെ സി എന്ന് എഴുതുക കേട്ടോ. ദെൻ അറ്റ് വിച്ച് പോയിന്റ് ഡസ് ദ മൂൺ കം ഔട്ട് ഓഫ് ദ എർത്ത് ഷാഡോ? അപ്പൊ ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് എന്ത് മൂണ് എർത്തിന്റെ നിഴലിൽ നിന്ന് പൂർണ്ണമായി പുറത്തെത്തുന്ന സ്ഥാനം ഏതാണ്? ഡി അല്ലെ. ഓക്കെ, in the above picture the part of the moon where the sunlight falls in facing the earth. On this day the moon can be seen from the earth, but when you reach position C you cannot see the moon. Why? Isn't it because the moon comes in the shadow of the earth? എന്താണ് മുകളിലെ ചിത്രത്തിൽ ഈ സൺലൈറ്റ് പതിയുന്ന മൂണിന്റെ ഭാഗമാണെന്ത്? ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് അല്ലെ. ഈ ദിവസം ഭൂമിയിൽ നിന്ന് എന്താക്കും? ചന്ദ്രനെ കാണാൻ സാധിക്കും. എന്നാൽ സി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ എന്താണ് അവിടെ അല്ലെ? ഈ സി എന്ന് പറഞ്ഞ ഈ സ്ഥാനത്ത് എത്തുമ്പോൾ എന്താണ്? ഈ മൂണിനെ കാണാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ടാണത്? അവിടെ ഷാഡോ ആയതുകൊണ്ട് എന്താണ്? സൺലൈറ്റ് അതിലേക്ക് പതിയുന്നില്ല അല്ലെ. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് ആണ് അല്ലെ. ഓക്കെ, ദെൻ അടുത്തെന്താ? ലൂണാർ എക്ലിപ്സ്. അപ്പൊ ഇതെന്താ? സോളാർ എക്ലിപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോളാർ എക്ലിപ്സ് എന്ന് പറയുമ്പോ എന്താണ്? സണ്ണ് ഈ എർത്തിലേക്ക് അടിച്ചിട്ട് എന്താണ് അതിന്റെ നിഴല് ഈ
എവിടെ വരും? മൂണിലേക്ക് വരുന്നതാണ് എന്ത് സോളാർ എക്ലിപ്സ്. ഇനി ലൂണാർ എക്ലിപ്സ് എന്താ നോക്കാം. ലൂണാർ നമ്മൾ നേരത്തെ ചിത്രം കണ്ടു അല്ലേ, നോക്കാം നമുക്ക്. ആസ് ദ മൂൺ റിവോൾവ്സ് റൗണ്ട് the earth sometimes comes between the sun and the moon in a straight line. At this time the moon will be in the shadow of the earth. This is the lunar eclipse. ഇതുവരെ നമ്മൾ ലൂണാർ എക്ലിപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, സോറി എന്താണ് ലൂണാർ എക്ലിപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്? അവിടെ നോക്കൂ, സണ്ണ് ഈ എർത്തിന്റെ ഇതിലേക്ക് തട്ടിയിട്ട് എന്താണ് മൂണിലെ നീല് വരുന്നുണ്ട് അല്ലെ, അതാണ് എന്ത് ലൂണാർ എക്ലിപ്സ് അല്ലെ. അപ്പൊ ദ മൂൺ റിവോൾവ്സ് റൗണ്ട് ദ എർത്ത്, എന്താണ് ചന്ദ്രൻ ഭൂമിയെ റിവോൾവ് ചെയ്യുമ്പോൾ എന്താണ് ദ എർത്ത് സംടൈംസ് കം ബിറ്റ്വീൻ സൺ ആൻഡ് ദ മൂൺ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ എന്താണ് ഇങ്ങനെ ചില സമയങ്ങളിൽ എന്താണ് ഈ സണ്ണും എർത്തും പിന്നെ അതുപോലെ എന്താണ് സണ്ണും എർത്തും മൂണും എന്താണ് ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ വരും അല്ലെ. എന്താണ് ചില സമയങ്ങളിൽ ഈ എർത്ത് സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നുണ്ട് അല്ലെ. എർത്തയുടെ സൂര്യന്റെയും സണ്ണിന്റെയും മൂണിന്റെയും ഇടയിൽ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നു. ഈ സമയം എന്താണ് ഭൂമിയുടെ ഷാഡോയിലായിരിക്കും എന്ത് മൂണ് ഇല്ല. ഇതാണ് എന്ത് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ എന്താണ് ലൂണാർ എക്ലിപ്സ് ആണ് പഠിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ സണ്ണിന്റെയും എന്താണ് മൂണിന്റെയും ഇടയിലാണ് ഇത് എർത്ത് വരിക അല്ലെ. ആ സമയത്ത് എന്തായിരിക്കും എർത്തിന്റെ ഷാഡോ ഈ മൂണിൽ വന്ന് തട്ടും അല്ലെ. മൂണിൽ വന്ന് തെരിയുമ്പോ എന്താണ് അപ്പൊ ഈ സമയം എന്താണ് ഭൂമിയുടെ നിഴലിലായിരിക്കും എന്ത് ഈ മൂണ് അല്ലെ. ഭൂമിയുടെ നിഴലിലായിരിക്കും എന്ത് മൂണ് അല്ലെ. അതായിരിക്കും എന്താണ് എന്ത് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. Okay, then നോക്കൂ, lunar eclipse is one of the most beautiful phenomena visible in the sky. During a total eclipse, the moon appears dim in organized red color. Remember to observe the upcoming lunar eclipse without fail. എന്താ ഇവിടെ പറയുന്നത്? ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹര പ്രതിഭാസങ്ങളിൽ ഒന്നാണ് എന്ത് ഈ ലൂണാർ എക്ലിപ്സ്. പൂർണ്ണഗ്രഹണ സമയത്ത് ഡ്യൂറിങ് ദ ടോട്ടൽ എക്ലിപ്സിന്റെ സമയത്ത് എന്താണ് ഈ മൂണ് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത്. ഇനി വരുന്ന ലൂണാർ എക്ലിപ്സ് നിങ്ങൾ എല്ലാവരും മറക്കാതെ ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ കളർ എന്താ വരുന്നത്? എന്താണ് ചുവപ്പ് നിറത്തിലെ ഓറഞ്ച് കലർന്ന ഒരു ചുവപ്പ് നിറമായിരിക്കും എന്ത് ഈ ലൂണാർ എക്ലിപ്സിന്റെ കളറിലെ. അപ്പം ടോട്ടൽ എക്ലിപ്സിന്റെ സമയത്ത് എന്താണ് ഈ മൂണ് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, എർത്ത് ആൻഡ് മൂൺ ഷാഡോ. ഇനി എർത്തിന്റെയും ഭൂമിയും ചന്ദ്രന്റെ നീര് അല്ലെ, എർത്ത് ആൻഡ് മൂൺസ് ഷാഡോ അല്ലെ. നോക്കാം, വാട്ട് ഹാപ്പൻസ് വെൻ ദ മൂൺ കംസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ സൺ ആൻഡ് ദ എർത്ത്. ഇനി സണ്ണിനും എർത്തിനും ഇടയിൽ ചന്ദ്രൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ് സണ്ണിന്റെയും മൂണിന്റെയും ഇടയിൽ ഭൂമി വരുന്നതാണ് അല്ലെ, എർത്ത് വരുന്നതാണ് അല്ലെ. ഇനി എന്താണ് ഇവിടെ നടുക്ക് ഏതാ വരുന്നത്? എർത്തായിരുന്നു വന്നിരുന്നത് അല്ലെ. ഇത് ഇനി വരുന്ന നടുക്ക് ഏതാ? ചന്ദ്രൻ, മൂണാണ് വരുന്നത് കേട്ടോ. അപ്പൊ സൂര്യനും ഭൂമിക്കും ഇടയിൽ ഈ മൂൺ നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ നോക്കൂ, ഇത് സണ്ണാണ്, ഇതാണ് എർത്ത്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ മൂണാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? നോക്കൂ, സണ്ണിന്റെയും മൂണിന്റെയും ഇടയിൽ എർത്താണ് ഇവിടെ വന്നിരുന്നത് അല്ലെ, മുകളിലത്തേത് ഏത് ലൂണാർ എക്ലിപ്സിൽ. ഇനി അടുത്ത ചിത്രം എന്താണ്? എർത്തിന്റെയും സണ്ണിന്റെയും ഇടയിൽ മൂണാ വരുന്നത് കേട്ടോ. അപ്പോ ദ സൺ, ദ മൂൺ, ദ എർത്ത് അല്ലെ, പോർഷൻ വേർ ദ ഷാഡോ ഓഫ് ദ മൂൺ ഫാൾസ് ഓൺ ദ എർത്ത്. അപ്പൊ നോക്കൂ, മൂണിന്റെ ഷാഡോ ഈ എർത്തിമ തട്ടുന്ന നോക്കിയാൽ എവിടെയാണെന്നുള്ളത് ചിരി ഭാഗം വരുള്ളൂ അല്ലെ. ഓക്കെ, ദെൻ അപ്പൊ സൂര്യനും ഭൂമിക്കും ഇടയിൽ എന്താണ് ഈ മൂൺ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ്. അപ്പം എർത്തിനേക്കാൾ ചെറിയ ഗോളമാണല്ലോ മൂണ്, ആണല്ലോ അല്ലെ. എർത്തിനേക്കാൾ ചെറിയ ഗോളമാണ് മൂണ്. അപ്പം ഈ മൂണിന്റെ ഷാഡോന് ഭൂമിയെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുമോ?
ഇല്ല അല്ലേ. ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, മൂണ് ചെറുതാണ് അല്ലെ. അപ്പൊ മൂണിന്റെ ഷേഡോ എന്ന് പറയുന്നത് എന്താണ്, ഭൂമിയെ മറയ്ക്കാൻ കഴിയുമോ? നേരത്തെ എന്താണ്, എർത്തിന്റെ ഷേഡോ മൂണിനെ മൊത്തമായിട്ട് മറയ്ക്കാൻ കഴിഞ്ഞുമായിരുന്നു അല്ലെ. പക്ഷെ മൂണിന്റെ ഷേഡോ എന്താണ്, എർത്തിനെ മൊത്തമായിട്ട് മറയ്ക്കാൻ കഴിയില്ല അല്ലെ. ഒരു ചെറിയ പോർഷൻ മാത്രമേ എന്താവുള്ളൂ, ചെറിയ പോർഷൻ നോക്കിയാൽ മാത്രമേ എന്ത് കാണുള്ളൂ, ഈ ഇത് കാണുള്ളൂ അല്ലെ. ഓക്കെ, then now you might have understood that the moon shadow does not completely cover the earth. Can those people on the side in which the moon shadow falls on the earth see the sun at that time? The sun cannot be seen at that time because the moon is covering the sun. This is solar eclipse. Does this phenomena occur during the day or at night? Analyze the figure, arrive at an inference and discuss in the class. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് മക്കളെ, ഈ മൂണിന്റെ ഷേഡോ എർത്തിനെ പൂർണ്ണമായും മറയ്ക്കുന്നില്ല എന്ന് മനസ്സിലായല്ലോ. കള്ള ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. നോക്കൂ, ചിത്രത്തിൽ എന്താക്കും, മൂണിന്റെ ഷേഡോ വരുന്നത് നോക്കി, ഇതാണ് എർത്ത്. ഈ എർത്തിന്റെ ഈ ചെറിയൊരു ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ, മൂണിന്റെ ഷേഡോ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്, ഈ മൂണിന്റെ ഷേഡോ ഈ എർത്തിനെ പൂർണ്ണമായി മറയ്ക്കുന്നില്ല അല്ലെ. അപ്പൊ ഈ എർത്തിൽ മൂണിന്റെ ഷേഡോ വീഴുന്ന ഭാഗത്തുള്ളവർക്ക് ആ സമയം എന്താണ്, സൂര്യനെ കാണാൻ കഴിയുമോ? ഇല്ല അല്ലെ. അപ്പം മൂണ് സണ്ണിനെ മറയ്ക്കുന്നത് കൊണ്ടാണ് എന്ത്, ആ സമയം സണ്ണിനെ കാണാൻ സാധിക്കാത്തത്. ഇതാണെന്ത്, സോളാർ എക്ലിപ്സ്. ഓക്കെ, ഇതാണെന്ത്, സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പ്രതിഭാസം പകലാണോ രാത്രിയിലാണോ സംഭവിക്കുന്നത്? ചിത്ര വിശകലനം ചെയ്ത് നിഗമനം നിങ്ങളെ ബുക്കിൽ എഴുതുക കേട്ടോ. അപ്പൊ പകലായിരിക്കും ഇത് സംഭവിക്കുന്നത്. നോക്കൂ, അപ്പൊ സോളാർ എക്ലിപ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ സോളാർ എക്ലിപ്സ് ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താണ്, when the moon revolves round the earth, the moon rarely comes in between the earth and the sun in a straight line. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, at this time the moon shadow, ഇതിന്റെ ലൂണാർ എക്ലിപ്സിന്റെ അല്ലെ. ഓക്കെ, at this time the moon shadow falls on the earth. People in the area where the moon shadow falls cannot see the sun because the moon covers the sun. This is solar eclipse. A solar eclipse is visible only to those in the lunar shadow. അപ്പൊ എന്താണ്, ഭൂമിയെ റിവോൾവ് ചെയ്യുമ്പോൾ മൂണ് അപൂർവമായി എന്താണ്, ഈ എർത്തിനും സണ്ണിനും ഇടയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിട്ട് വരുന്നു. ഈ സമയം മൂണിന്റെ ഷേഡോ ഭൂമിയിൽ വീഴുന്നു. അപ്പം മൂണിന്റെ ഷേഡോ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് എന്താണ്, ഈ മൂണിന്റെ മറവ് കാരണം എന്താണ്, സണ്ണിനെ കാണാൻ സാധിക്കുകയില്ല. ഇതാണ് എന്ത്, സോളാർ എക്ലിപ്സ്. അപ്പം മൂണിന്റെ ഷേഡോ വീഴുന്ന ആ പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് എന്ത്, ഈ സോളാർ എക്ലിപ്സ് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, എല്ലായിടത്തും കാണാൻ കഴിയില്ല അല്ലെ. അപ്പൊ നമുക്ക് ചിത്രത്തിൽ നോക്ക്, ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്താവുള്ളൂ, ഈ സോളാർ എക്ലിപ്സ് അപ്പൊ കാണാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാ ഭാഗത്തുള്ളവർക്കും അത് കാണാൻ കഴിയില്ല. ഈ ഭാഗത്തുള്ളവർക്ക് മാത്രം സോളാർ എക്ലിപ്സ് കാണാൻ കഴിയുള്ളൂ ആ സമയത്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് സോളാർ എക്ലിപ്സ്. ഇത് നോക്കൂ, എന്താണ്, വിവിധ സോളാർ എക്ലിപ്സിന്റെ ചിത്രങ്ങളാണ് അല്ലെ. അത് നോക്കൂ, എങ്ങനെയാ, ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണ് ഇത് മൊത്തം അല്ലെ. എന്താണ്, പൂർണ്ണമായിട്ടുള്ള ഒരു സോളാർ എക്ലിപ്സ് അല്ലെ, പൂർണ്ണമായിട്ടുള്ള സൂര്യഗ്രഹണം. ഓക്കെ, ഇനി ആന്യുലാർ സോളാർ എക്ലിപ്സ് ആണ് ഇത് അല്ലെ. നോക്കൂ, അതെന്താണ്, ഒരു വലയ സൂര്യഗ്രഹണം അല്ലെ. ഇനി അടുത്ത എന്താണ്, പാർഷ്യൽ സോളാർ എക്ലിപ്സ്, എന്താണ്, ഭാഗിക സൂര്യഗ്രഹണം. ഓക്കെ, we can observe total solar eclipse, annular solar eclipse and partial solar eclipse. Analyze the above picture, discuss their characteristics and record them in the science diary. എന്താണ്, നമ്മൾ ടോട്ടൽ ലൂണാർ എക്ലിപ്സ്, ടോട്ടൽ സോളാർ എക്ലിപ്സും, പിന്നെന്താണ് അന്നുലാർ സോളാർ എക്ലിപ്സും, പിന്നെന്താ പാർഷ്യൽ സോളാർ എക്ലിപ്സ്. അതൊക്കെ എന്താണ് നമുക്ക് ദൃശ്യമാകാറുണ്ട് അല്ലെ. നൽകിയിരിക്കുന്ന ചിത്രം എന്താണ്, നിങ്ങൾ ഗ്രൂപ്പിൽ വിശകലനം ചെയ്ത് ഇവയുടെ സവിശേഷ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ് ചർച്ച ചെയ്ത് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ഒബ്സർവിങ് എ സോളാർ എക്ലിപ്സ്. ഇനി നോക്കൂ, ഈ സോളാർ എക്ലിപ്സിന്റെ ഒബ്സർവ് ആണ് അല്ലെ. കാരണം സൂര്യഗ്രഹണം ആ നിരീക്ഷണം എങ്ങനെയാണെന്നുള്ളതാണ് അല്ലെ. നമ്മൾ എന്താണ്, നേക്കഡ് ഐനോസിനോട് എന്താക്കാൻ പറ്റില്ല, ഈ സോളാർ എക്ലിപ്സ് കാണാൻ പാടില്ല അല്ലെ. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒരു പറയുന്നത് അല്ലെ. You might have noticed the news related to the solar eclipse in newspapers. Places suitable for observing solar eclipse and the precautions to be taken usually appear in the news. ഓക്കെ, ദെൻ എന്താ ഇവിടെ പറയുന്നത്, നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ എന്താണ് സോളാർ എക്ലിപ്സുമായി ബന്ധപ്പെട്ട് വരാറുള്ള വാർത്തകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ ഒബ്സർവേഷൻ അനുയോജ്യമായ സ്ഥലവും പാലിക്കേണ്ട മുൻകരുതലുകളൊക്കെ എന്താണ് നമ്മൾ വാർത്തകളിൽ വരാറുണ്ട് അല്ലെ. ഹൗ ക്യാൻ വി ഒബ്സർവ് എ സോളാർ എക്ലിപ്സ് സേഫ്ലി?
എങ്ങനെയാണ് നമ്മൾ ഈ സോളാർ എക്ലിപ്സ് എങ്ങനെയെല്ലാം സുരക്ഷിതമായി നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും? റീഡ് ദ ഫോളോയിങ് നോട്ട് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ സയൻസ് ഡയറി. താഴെ പറയുന്ന കുറിപ്പ് വായിച്ച് നിങ്ങളുടെ കണ്ടെത്തലുകൾ പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, മെത്തേഡ്സ് ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ചെയ്യാനുള്ള മാർഗങ്ങൾ എന്താണ്? നമ്മൾ സൂര്യനെ സോളാർ എക്ലിപ്സിന്റെ ടൈമിൽ നേരിട്ട് നമ്മൾ എന്താക്കാൻ പറ്റില്ല, സൂര്യനെ നോക്കാൻ പാടില്ല അല്ലെ. ലൂണാർ എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഡയറക്ട്ലി. ബട്ട് എന്താണ്, നമുക്ക് ലൂണാർ എക്ലിപ്സ് എന്താണ് നേരിട്ട് നോക്കാൻ പറ്റും അല്ലെ. ലൂണാർ എക്ലിപ്സ് എന്താണ് നമുക്ക് നേരിട്ട് എന്താക്കാൻ പറ്റും, നോക്കാൻ പറ്റും. ബട്ട് ഒബ്സർവിംഗ് ദ സോളാർ എക്ലിപ്സ് ഡയറക്ട്ലി ഈസ് ഹാർംഫുൾ ടു ദ ഐസ് അല്ലെ. എന്നാൽ ഈ സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണം എന്താണ് നമ്മൾ സുരക്ഷിത മാർഗങ്ങളോടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് എന്താണ് നമ്മളെ കണ്ണിന് ഹാനികരമാണ് അല്ലെ, ഹാർംഫുൾ ആണ് നമ്മളെ ഐസിന് അല്ലെ. ഹെൻസ് ദ സോളാർ എക്ലിപ്സ് മസ്റ്റ് ബി ഒബ്സർവ്ഡ് ഓൺലി ബൈ യൂസിംഗ് ഫിൽറ്റേഴ്സ് ആൻഡ് reflecting the sun's rays in different ways. Eclipses can be observed using quality filters in telescope and binoculars. Decorative glitter, paper and unsafe X-ray films should not be used for observing solar eclipse. എന്താണ്, അതിനാൽ നമ്മൾ എന്താണ്, അപ്പോൾ നമുക്ക് എന്താണ് ലൂണാർ എക്ലിപ്സ് നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ പറ്റും. ചന്ദ്രഗ്രഹണം എന്താണ് നമുക്ക് ചന്ദ്രന്റെ ആ ഗ്രഹണത്തെ സമയത്ത് എന്താണ് നമുക്ക് നേരിട്ട് നോക്കാം കണ്ണിനോട് അല്ലെ. പക്ഷെ എന്താണ് സോളാർ എക്ലിപ്സിന്റെ ടൈമിൽ സൂര്യഗ്രഹണ സമയത്ത് എന്താണ് നമ്മൾ നേരിട്ട് നോക്കാൻ പാടില്ല അല്ലെ. അങ്ങനെ നോക്കിയാൽ കണ്ണിന് എന്താണ് കേടുവരും അല്ലെ, ഹാനികരമാണ് അല്ലെ. അതിനാൽ എന്താണ് ഫിൽറ്ററുകൾ ഉപയോഗിച്ചും മറ്റും വിവിധ രീതിയിൽ എന്താണ് ഈ സൺറേസ് ഉണ്ടല്ലോ സൂര്യരശ്മികൾ പ്രതിപതിപ്പിച്ചും മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ സോളാർ എക്ലിപ്സ് നോക്കാൻ പാടുള്ളൂ. ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചും നമുക്ക് എന്താക്കാൻ പറ്റും ഈ എക്ലിപ്സ് നിരീക്ഷിക്കാം, സോളാർ എക്ലിപ്സ് നിരീക്ഷിക്കാം. അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ, സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ എന്നിവ എന്താണ് ഈ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് നമ്മൾ എന്താക്കാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഡെക്കറേറ്റീവ് ഗ്ലിറ്റർ പേപ്പറോ അൺസേഫ് എക്സ്റേ ഫിലിമിനോടൊന്നും എന്താക്കരുത്, സോളാർ എക്ലിപ്സ് കാണാൻ പാടില്ല. എന്താണ് നമുക്ക് നല്ലതായിട്ടുള്ള അതായത് ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ആണെന്ത് ഈ സോളാർ എക്ലിപ്സ് നോക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ സോളാർ ഫിൽട്ടർ സ്പെക്സ്. ഇത് നോക്കൂ, ഇതൊക്കെ അല്ലെ, ഇത് വെച്ചൊക്കെ നമുക്ക് നിരീക്ഷിക്കാം. ഇതാണ് സോളാർ ഫിൽട്ടർ സ്പെക്സ്. പിന്നെന്താണ് പിൻ ഹോൾ പ്രൊജക്ടർ ആണ് ഇത്. പിന്നെ ഇതെന്താണ് സോളാർ ഫിൽട്ടർ യൂസ്ഡ് ഇൻ ദ ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽട്ടർ ആണ് ഇത്. മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ യൂസിങ് ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ളൊരു പ്രൊജക്ഷൻ രീതിയാണിത് അല്ലെ. ഓക്കെ, പ്രഡിക്റ്റിംഗ് ആൻ എക്ലിപ്സ്. എന്താണ് നമുക്ക് എന്താണ് ഗ്രഹണം മുൻകൂട്ടി അറിയാൻ പറ്റും. ഈ എക്ലിപ്സ് മുൻകൂട്ടി അറിയുന്ന എങ്ങനെയാ? ദർ ആർ മെനി സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്സ് അവൈലബിൾ ടു പ്രെഡിക്ട് ദ എക്ലിപ്സ് അല്ലെ. ഈ എക്ലിപ്സ് മുൻകൂട്ടി അറിയാൻ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും എന്താണ് ലഭ്യമാണ്. വിത്ത് സച്ച് ആപ്സ് ഓർ സോഫ്റ്റ്വെയർസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇൻ അഡ്വാൻസ് വെൻ ദ എക്ലിപ്സ് വിൽ ബി മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ദീസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു വാച്ച് സീൻസ് ഓഫ് പാസ്റ്റ് എക്ലിപ്സസ് അഗെയിൻ ആൻഡ് അഗെയിൻ. എന്താണ് അപ്പോൾ നമുക്ക് എന്താണ് എക്ലിപ്സ് മുൻകൂട്ടി അറിയാൻ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ലഭ്യമാണ് അല്ലെ. ഇത്തരം ആപ്പുകളോ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് എന്താണ് ഈ എക്ലിപ്സ് ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നത് എവിടെ, ഏത് സമയത്താണെന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റും. കഴിഞ്ഞു പോയ ഈ എക്ലിപ്സിന്റെ ഒക്കെ ദൃശ്യങ്ങൾ വീണ്ടും കാണാനും ഇവയിലൂടെ എന്താക്കാൻ പറ്റും കഴിയുന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ